ഹായ്. അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയിരുന്നു കേട്ടോ, സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. പച്ചക്കറി മാത്രം മേടിക്കാൻ പോയതല്ല, വിഷലിന് കുറച്ച് സ്കൂൾക്കുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അങ്ങാടിക്കൊന്ന് കയറിയതാണ്, സ്കൂൾക്ക് എക്സ്പെരിമെൻറ്റിൽ എന്തോ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിന് നോക്കിയപ്പോൾ സാധനം കിട്ടിയതുമില്ല, 1-2 സാധനങ്ങൾ കിട്ടി, ബാക്കിയൊന്നും കിട്ടിയില്ല. പോയതിൽ വെച്ചിട്ട് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ കുറച്ച് പച്ചക്കറി മേടിച്ചല്ലോ, ഒന്നും കൂടുതലൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യമുള്ള മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഉരുളൻകിഴങ്ങ് കേടാൻ തോന്നുന്നത് കണ്ടിട്ട് അവിടുന്ന് ഞാൻ നോക്കിയതില്ല. അതുപോലെ തന്നെ ഉള്ളിയും വലിയൊരിത് പോരാ, പുള്ളിൻ്റെ തോലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ പിന്നെയും കുറച്ച് ഇതുണ്ടാവും. ഞാൻ ഉള്ളി ഫ്രിഡ്ജിൽ വെക്കൂല കേട്ടോ, പുറത്ത് വെക്കുക. അപ്പോൾ അത് കാരണം വെളുത്തുള്ളിയും പിന്നെ ഈ വലിയ ഉള്ളിയൊക്കെ പുറത്ത് വെക്കും, ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ കേട്ടോ. കാരണം ഉള്ളി നമുക്ക് പെട്ടെന്ന് ചിലവാകുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. ടൗണിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തോനെ മേടിക്കും. ഞങ്ങളുടെ സിറ്റി തിരൂരാണ്, ഇവിടെയൊക്കെ പോകുമ്പോൾ മേടിക്കും. ഇതിപ്പം ഇവിടെ എടുത്തായതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തോലിങ്ങനെ എടുത്തില്ല കേട്ടോ, തോലെടുത്തിട്ടാൽ പിന്നെ കുറേ ദിവസം ഇരിക്കും, എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെയിൽ കൊള്ളിക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ റാക്കിന് താഴെ വെച്ച്. ഇനി പിന്നെ പയർ, അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഫ്രിഡ്ജിൽ വെക്കാണ്ട് എളുപ്പത്തിനാട്ടോ. ചിലർ ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കും, ഞാൻ അങ്ങനെ ഒന്നും വെക്കും. ഞാൻ അങ്ങനെ വെക്കും, എടുക്കുന്ന സമയത്ത് നല്ല കേക്കിയിട്ടല്ല നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ച് പയറിൻ്റെ ഉള്ളൊന്ന് കിട്ടാതെ ഇപ്പോൾ കവർ കിട്ടിയാൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഓർമ്മയില്ല കേട്ടോ, നമ്മൾ ഓരോരോ മൂഡിലല്ലേക്കാരം നമ്മളോരോ ചെയ്യുമ്പോൾ ചിന്ത. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ, എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല, ഞാനങ്ങനെയാണ്. പിന്നെ ഇത് പയറപ്പം പാത്രത്തിൽ ഒതുങ്ങണമില്ല. പിന്നെ അതിന് വെച്ച് മുറിച്ച് വലിയ പയറാൻ തോന്നുന്നുണ്ട്, മുറിച്ച് വെക്കേണ്ടി വരുമെന്ന്. പിന്നെ കുറച്ച് ഞാനിപ്പോൾ അരിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് അല്ലാത്ത ഞാൻ എന്തെങ്കിലും വെച്ചത്. ഇപ്പം അത് ഒതുക്കിയിട്ട് ക്യാമറ എന്തും കൂടെ ആയിട്ട് പറ്റുന്നില്ല കേട്ടോ, അതാണ്. അല്ലെങ്കിൽ ഞാൻ വെക്കും, നമ്മൾ ഒരു കൈ മാത്രമല്ല ഇപ്പോൾ കിട്ടുന്നുള്ളൂ, ഒരു കൈ ക്യാമറ അല്ലേ, അത് കാരണമാണ് കേട്ടോ. ഇനി പിന്നെ ആ ഉള്ളിത്തോലൊന്നും ഞാൻ കളയാതിരുന്നതേ, ഇനി വേസ്റ്റ് ഉണ്ടാവുമല്ലോ പച്ചക്കറിൻ്റെ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇത് വെക്കാൻ വെച്ചു, പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചോറിന് വെള്ളം വെച്ച് അങ്ങനെ. അപ്പം ഇനി അരി ഇടണം വെന്തിൻ്റെ ശേഷം. എല്ലാ പണിയും കൂടെ ഒരുമിച്ചാണ്. പിന്നെ വ്ളോഗ് പോലെ അങ്ങനെ എടുത്തതൊന്നുമല്ല കേട്ടോ, കുറച്ച് ടൈം ഉണ്ടായപ്പം ഇന്ന് നേരത്തെ ആയപ്പോൾ അങ്ങനെ എടുത്തതാണ്. വ്ളോഗ് എന്തായാലും നമ്മളെല്ലാം കാണിക്കണ്ട, അങ്ങനെ ഇപ്പം കാണിക്കാനുള്ളതൊന്നും എനിക്കങ്ങനെ അറിയില്ല കേട്ടോ, അങ്ങനെ എടുക്കാനും. പിന്നെ അതിനുള്ളൊരു ആരെങ്കിലുമൊക്കെ എടുത്ത് തരണോ, അതൊന്നുമില്ല. പിന്നെ ചോറ് വെന്തപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായി നോക്കട്ടെ വേവിൻ്റെ കാര്യം. തുറന്ന് നോക്കിയപ്പോൾ വെന്തൊക്കെന്നാണ് തോന്നുന്നത്. വെന്തൊക്കെയാണെങ്കിൽ വേഗം ഊറ്റാൻ വെക്കണം. അതിൻ്റെ പിന്നെ ആ റേഷൻ കട തരി ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ കാരണം പെട്ടെന്ന് വേവുമല്ലോ, അധികം വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാലേ. ഞാനൊക്കെ ഈസി കുക്കുമ്മലായിട്ട് ഉണ്ടാക്കുക, കൂടുതലും ഗ്യാസ് കുറവാണ് യൂസ് ചെയ്യൽ. ഈസി കുക്കും പറ്റാത്തത് മാത്രമേ ഗ്യാസിനൊക്കെ പോകുള്ളൂ കേട്ടോ, രണ്ടും കൂടെ തന്നെ അങ്ങനെ. ഇതാകുമ്പോൾ കറണ്ട് ബില്ല് അടക്കുന്ന കൂട്ടത്തിൽ അടിച്ചാൽ മതിയല്ലോ. മറ്റേത് നമുക്ക് റോഡില്ല വഴിയാണ്, അപ്പോൾ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ് ഗ്യാസ്. പിന്നെ അധികം എനിക്ക് ഗ്യാസും അങ്ങനെ ചിലവാവില്ല കേട്ടോ. ഈസി കുക്കല്ല അങ്ങനെ കറണ്ടൊന്നും ആവില്ല. മറ്റേ ഗവൺമെൻറ്റിൻ്റെ വരുമെന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അധികം ആവാത്ത ചോപ്പ് ആ കമ്പനി ഈസി കുക്ക് അതാണ് കേട്ടോ. അതുകൊണ്ടാണ്, മറ്റേനെ പറ്റി എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാ മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കുഞ്ഞൻ മത്തിയാണ് കേട്ടോ, ചെറിയ മത്തി ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു മത്തി. അപ്പോൾ അതൊന്ന് മുറിക്കാൻ തന്നെ പണിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു 3-4 മത്തി എടുത്തിട്ട് മുളക് ഇടാമെന്ന് വിചാരിച്ചതാ. പെട്ടെന്ന് അങ്ങനെ മുളക് ഇടണം. ഞാൻ ഉച്ചക്ക് കണക്കാക്കിയിട്ടില്ല കേട്ടോ, ഞാനും മുളകൊന്നും അങ്ങനെ കറി കിട്ടില്ല, എനിക്കിഷ്ടമല്ല. അങ്ങനെ രാവിലത്തെ ചായക്കടിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്നുള്ള രീതിയിലാണ് മുളക് ഇടുന്നത് കേട്ടോ. അപ്പം രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മീൻ കറി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ. പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എല്ലാം കൂടി ടൈമായി കിട്ടൂല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എപ്പോഴും അങ്ങനെ ചെയ്യും, അപ്പോൾ പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ ചിലപ്പോൾ സാധനം ഉണ്ടാവില്ല, അപ്പോഴൊക്കെ ചെയ്യാതിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ. ഞങ്ങൾക്കൊന്നും വയറിന് പറ്റില്ല കേട്ടോ ഈ മുളക് കറി, അതുകൊണ്ടാണ് വല്ലാതെ ചായക്കടിയൊക്കെ കൂട്ടും, ചോറിന് അങ്ങനെ എടുക്കില്ല. ഒരു സ്പൂണ് ചെറിയൊരു കയ്യിൽ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ. പിന്നെ ഇതാ അതിൻ്റെ ബാക്കി കുറച്ച് കുഞ്ഞമ്മത്തിൻ്റെ അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കായം തേച്ച് വെക്കണ്ട കേട്ടോ. പിന്നെ വിരിച്ച് കായം തേച്ച് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പൊരിക്കലാട്ടോ, സാധാരണ അങ്ങനെയാണ്. എന്നാൽ കുറച്ച് കായം പിടിച്ചും ചെയ്തോളൂ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്താണ് പൊരിക്കാൻ നിൽക്കുക. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, രാത്രിയിലേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് എടുത്തിട്ടാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടോ. കാരണം അതിങ്ങനെ മുറിച്ചെടുക്കുക എന്തോ ഒരു പണിയുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ടേ. ഞാനിത് കുഞ്ഞു മത്തിയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടോ ഫ്രൈ ചെയ്തത്. സാധാരണ ചിലർ ഞങ്ങളും ആദ്യമൊക്കെ ചെയ്തിരുന്നു കേട്ടോ, കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കുരുമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീരകം തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് കായാക്കിയിട്ട് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് ടൈം പോരാ കേട്ടോ, ടൈമില്ലാത്തത് കാരണമേ. ഞാനൊക്കെ ചെറിയൊരു വർക്കും കൂടി ഉണ്ട് കേട്ടോ, അടിക്കുന്നൊരു വർക്കുണ്ട്. അപ്പോൾ ടൈലറാണ്. അപ്പോൾ ഈ അടിക്കാനൊക്കെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ഇതിന്മേലൊന്നും ഇങ്ങനെ ടൈം കളയാൻ പറ്റില്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അധികം വർക്ക് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്ക് കുറച്ച് കുറവാണ്. പിന്നെ അങ്ങനെ യൂട്യൂബിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. യൂട്യൂബിനെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ വർക്ക് രണ്ടും കൂടെ പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അപ്പോൾ സമയവും ഇല്ലാതാവുന്നുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയാം കേട്ടോ. ഓക്കെ.